ഹംപിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഏരിയയിൽ കയറിയാലും എന്തെങ്കിലും അത്ഭുതമോ തൊട്ട് ബാക്കിലോട്ടോ സൈഡിലോട്ടോ എവിടെ തിരിഞ്ഞ് നോക്കിയാലും എന്തെങ്കിലും അത്ഭുതങ്ങളാണ്. ഇപ്പം നമ്മൾ 1-2 അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇറങ്ങിയത് ആ വഴിയിൽ എന്തൊക്കെയോ ചെയ്തു വെച്ചു. ഇനി അതും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു അന്ന് ദൂരം കണ്ടോ, അവിടെ എന്തോ ഒരു പ്രത്യേക സാധനമാണ്. ഞാൻ പോയി നോക്കട്ടെ. അതിൻ്റെ പേരാണ് ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരൻ. എല്ലായിടത്തും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരൻ. നോക്കിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റോൺ പുഷ്കരണിയിലേക്കാണ്. ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി എന്നാണ് ഇതിൻ്റെ പേര്. ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ കല്ലുകളാണ്. ഈ കല്ലുകൾ ഒരു ഗ്രീൻ കളർ ടെക്സ്ചറുള്ള കല്ലുകളാണ്. ഇതൊരിക്കലും ഈ ഹംപി ഭാഗത്ത് ലഭിക്കുന്ന കല്ലുകളല്ല എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോണുകൾ എവിടെ നിന്നോ ഇമ്പോർട്ട് ചെയ്തതാണ്. അതായത് റിലീജിയസ് പ്രാക്ടീസിന് വേണ്ടിയുള്ള, അതായത് കൈ കഴുകുക, കാല് കഴുകുക, മുഖം കഴുകുക, അതിനൊക്കെ വേണ്ടിയാണ് ഈ ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണിയിൽ വെള്ളം യൂസ് ചെയ്തിരുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത, ഇതിലെ വെള്ളം കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? കമലാപൂർ റിവർ. അതായത് കമലാപൂർ ഒരു നമ്മളിപ്പോ തുംഗഭദ്ര നദിയല്ല ഇത് കമലാപൂർ റിവറിൽ നിന്ന് വെള്ളം ഇറിഗേഷൻ വഴി കൊണ്ടുവന്നൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ആ വെള്ളം കൊണ്ടുവന്ന ടെക്നിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്കാണ്. കണ്ടോ, ഇതുപോലുള്ള ചാനലുകൾ വെട്ടി, കനാലുകൾ വെട്ടി, ആ കനാല് അങ്ങ് പോയേക്കാണ്. ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ്. അതാണ് ഇതിന്റെ ഏറ്റവും എന്താ പറയാ 100-150 വർഷം, എത്രയോ വർഷങ്ങൾക്ക് പിറകിലുള്ള സംഭവം ഇത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും വെള്ളം കമലാപൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാനുള്ള സ്ട്രക്ചർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ അതിനകത്തേക്ക് ഇറങ്ങാം. ഇതാണ് ബ്ലാക്ക് പുഷ്കരണിയുടെ കറക്റ്റ് വ്യൂ. കണ്ടോ, നമ്മൾ പലപ്പോഴും പല ടെക്സ്റ്റ് ബുക്സിൻ്റെയൊക്കെ എന്താണ് ബാക്കിലൊക്കെ നമ്മൾ പ്രിൻ്റ് അടിച്ച് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഹിസ്റ്ററി ബുക്സിൻ്റെയൊക്കെ ചട്ടകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫിഗറാണ്, ഒരു ഇമേജാണ്. ഇതൊരു പ്രത്യേകതരം ഗ്രീൻ സ്റ്റോൺ ആണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രീൻ ചേർന്ന ഒരു സ്റ്റോണാണ്. ഈ സ്റ്റോണ് ഈ ഭാഗത്ത് എന്തായാലും കണ്ടിട്ടില്ല. നമ്മൾ ഇനി കാണാൻ പോകുന്നത് പബ്ലിക് ബാത്താണ്. പബ്ലിക് ബാത്ത്. രാജാവ് മാത്രം കുളിച്ചാൽ പോരല്ലോ, ഇവിടുത്തെ പ്രജകൾക്കും കുളിക്കണമല്ലോ. അതിനു വേണ്ടി ഒരു കമനീയമായ ഒരു ബാത്തപ്പ് എന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു സ്വിമ്മിംഗ് പൂൾ ആണോ ബാത്തപ്പ് ആണോ എന്നൊന്നും അറിഞ്ഞില്ല. നമ്മൾ കാണേണ്ടത് നിറയെ വെള്ളം കിടക്കുകയാണ്. ഇവിടെ വരുന്നു, ഉടുപ്പ് നിക്കറൊക്കെ ഊരി കരയിൽ വെക്കുന്നു, യശോദേ എന്ന് പറഞ്ഞെടുത്തൊരു ചാട്ടച്ചാട്ടം. ആ സെറ്റപ്പാണ്. ഇവിടത്തേക്കുള്ള വെള്ളവും കൊണ്ടുവരുന്നത് കമലാപൂർ നമ്മളൊരു ടാങ്കാണ് അവരാണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു നദിയല്ല, ഒരു വാട്ടർ ടാങ്കാണ്. ആ വാട്ടർ ടാങ്കില് വെള്ളം നിറച്ചിട്ട് അവിടെ നിന്നാണ് ഇവർ ഡിഫറെന്റ് അപ്രോച്ചസ് യൂസ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്കൊക്കെ വെള്ളം കൊണ്ടുപോയിട്ടുള്ളത്. അതൊക്കെ ഒരു എഞ്ചിനീയറിംഗ് മാർവൽസ് തന്നെയാണ് കേട്ടോ, സമ്മതിക്കണം. എന്താ, ഇവിടെ ഈ ഭാഗത്തൂടെയാണ് വെള്ളം ഈ ടാങ്കിലേക്ക് വീഴുന്നത്. അല്ലാതെ ഇന്ന് നാച്ചുറൽ പോണ്ടുകളല്ല, വെള്ളം കൊണ്ടുവന്നൊക്കെയാ ചെയ്യുന്നത്. കാണാമോ, ഈ കാണുന്ന വഴിയിലാണ് വെള്ളം കൊണ്ടുവരുന്നത്. കണ്ടോ, ഇതുവഴി വെള്ളം നേരെ വന്ന് ഇതുവഴി ഈ ടാങ്കിലേക്ക് വീഴും. എന്താ അല്ലേ, ഇപ്പോഴത്തെ കാലത്ത് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് കെട്ടണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിൽ 5 ലക്ഷത്തിന് മുകളിൽ എന്തായാലും വേണം. ആ സമയത്താണ് ഇവന്മാര് ഒരു ഏരിയ നിറയെ പൂളാക്കി വെച്ചിരിക്കുക. ഒരു ഏരിയ നിറയെ സ്വിമ്മിംഗ് പൂളാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് പബ്ലിക് ആൾക്കാർ വന്ന് കുളിച്ച് അർമാദിക്കുന്നത്. നീന്തി കയറണമെങ്കിൽ തന്നെ നമ്മൾ അട്ടപ്പളവ് കേട്ടോ. ഇവിടെ ചാടി അപ്പുറത്ത് കയറണമെങ്കിൽ പോലെ ചുമ്മാ അല്ല. ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടുത്തെ പട്ടാളക്കാരൊക്കെ അത്രയും സ്ട്രോങ് ആവുന്നത്. മിക്കവാറും രാജാവ് പറയും രാവിലെ വന്ന് പത്രം കൊണ്ട് നീന്തിയിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ തീർന്നു. മേഡം എന്ത് തോന്നുന്നു? ഈ ഒരു പബ്ലിക് ബാത്ത് കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഒന്നും തോന്നല്ലേ? ഇല്ല, അതല്ല എനിക്ക് തോന്നിയത്. ഇത്രയും ചൂടല്ലേ, അപ്പൊ പിന്നെ കുളിക്കണ്ടേ?